ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ കൂട്ടുകാർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പഞ്ഞു പോലൊരു ഗോതമ്പ് വെള്ളപ്പവും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി മുട്ട റോസ്റ്റുമാണ്. ഏവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാചക രീതി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിത്യവും തയ്യാറാക്കുന്ന പലഹാരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാചകങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഉള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗോതമ്പ് വെള്ളപ്പവും ഇതിന്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ള നല്ലൊരു മുട്ട റോസ്റ്റുമാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പാലപ്പം ഒക്കെ ഉണ്ടാക്കി ശരിയാക്കാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് ജോലിയൊക്കെ തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. നമ്മളിത് നല്ല ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് വെള്ളപ്പം തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് വരെ ഇത് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്കും ഈ വരുന്ന ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗോതമ്പ് വെള്ളപ്പവും ഇതിന്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാച്ചി മുട്ട റോസ്റ്റ് കൂടിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റായി കിട്ടി എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ചേച്ചിക്ക്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് എനിക്ക് അടുത്ത വീഡിയോസ് എടുക്കാനായിട്ടൊരു പ്രചോദനം കൂടിയാകുന്നത്. അതുപോലെ നിങ്ങളുടെ ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ പ്രയോജനകരമാണ്. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണേ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തരുന്ന സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഗോതമ്പ് വെള്ളയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് അളവാണ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വറുത്ത നൈസ് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ തിരുമിയ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് ഒട്ടും തന്നെ കൂടേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 കപ്പ് അളവില് അവലൊന്ന് കഴുകിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ ഒന്ന് പൊങ്ങി കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി ഇളക്കി ഒന്ന് യോജിപ്പിക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം കൂടെ ചേർക്കണം. ആദ്യമേ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ മാവ് ലൂസായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി വേണം ഇതിലേക്ക് വെള്ളം ചേർക്കാനായിട്ടും. രണ്ടാമത് ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ ഗോതമ്പ് മാവ് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. നമുക്ക് ഈ മാവിനെ 2 തവണ കൊണ്ടാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. ആദ്യ തവണ അരച്ച് മാറ്റി കഴിഞ്ഞാൽ രണ്ടാമതും അരച്ച പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിൻ്റെ സ്വാദിഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇതേ ഒരു അയവിനാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവൊന്ന് പൊങ്ങി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ സൈഡായിട്ടുള്ള മുട്ട റോസ്റ്റ് കൂടെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 5 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവി കൂടെ റെഡിയാക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലും ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 4 സവാളയെ ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ്. കൂടെ തന്നെ ഒരു 6 പച്ചമുളകും 1 ബോൾ വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് ചതച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റുവാണ്. വഴറ്റുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയെ കൂടിയാണ് ചേർക്കേണ്ടത്.
വഴറ്റുന്ന സവാളയിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ല മെറൂൺ കളറിലേക്ക് ആയി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ സവാളയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. മസാലകളൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളിയെ പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വാടി വരണം. അതുവരെയും നമുക്കിതിനെ മൂടി വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. വഴറ്റുന്ന മസാലയെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം, എങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിയാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ മസാലയെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് 1 സ്പൂൺ അളവിൽ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടില്ല മുട്ടയെയാണ് ചേർക്കേണ്ടത്. മുട്ടയെ ചേർക്കുമ്പോൾ കുറച്ച് വരകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം ചേർക്കാനായിട്ടും. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മുട്ടയെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ മുട്ടയെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പാൻ അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ മുട്ട ഗ്രേവി എല്ലാം തന്നെ നല്ല പോലെ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് 1.5 കപ്പ് അളവാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയെ അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇതേ ഒരു രീതിയിലേക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടൻ തന്നെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ തവി മാവും ഒന്ന് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയും കൂടെ കൊടുക്കാം. അപ്പത്തിന് നല്ല ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മൂടി ഒന്ന് തുറന്നും കൂടി നോക്കാം. നമ്മുടെ ഗോതമ്പ് പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പത്തിനെ എടുത്ത് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വീണ്ടും അപ്പച്ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലവർ മോഡലിലാണ് അപ്പത്തിനെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ പാകപ്പെടുത്തി എടുക്കാവുന്നതാണ്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നെടുത്ത് മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് ഒരു പാലപ്പം കൂടെ തയ്യാറാക്കാം. ഈ ഒരു പാലപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പാലപ്പവും ഒന്ന് തയ്യാറാക്കി മാറ്റാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ട റോസ്റ്റും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാലപ്പത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ഫ്ലവർ മോഡലിലാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതേ ഒരു രീതിയിലേക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടാണ്. ഞാനിവിടെ 2 ഷേപ്പിലും അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ അപ്പവും ഞാൻ ചുട്ടു മാറ്റിയിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ. ചട്ടിയിൽ നിന്നും വളരെ സിമ്പിളായിട്ടും നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് നമുക്കിതിന് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗോതമ്പ് പാലപ്പമാണ്. എല്ലാവരും ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് വെള്ളയപ്പവും അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള മുട്ട റോസ്റ്റും റെഡിയാണ്. ഈ ഒരു മുട്ട റോസ്റ്റിനെ ഞാൻ ഒരു സെർവ് ഡിഷിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കൂട്ടുകാരെ
നമ്മൾ നല്ലൊരു ഗോതമ്പ് വെള്ളപ്പവും നല്ലൊരു മുട്ട റോസ്റ്റും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ പ്രയോജനകരമായിരിക്കും. എല്ലാ വീടുകളിലും മുട്ട റോസ്റ്റും അപ്പവും ഒക്കെ തയ്യാറാക്കാറുണ്ട്. ഇനി നിങ്ങൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതേ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. പാലപ്പത്തിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ അപ്പത്തിനെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഗോതമ്പ് പാലപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുമാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.